ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേക്കേഷനിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ആദ്യം ഞങ്ങൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ടിൻസ് ചേച്ചിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും അനന്തുവിനെ കണ്ടു. അനന്തു യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ഫേമസ് ആട്ടോ. അപ്പോൾ അനന്തുവിൻ്റെ ഫാൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ രാമനാട്ടുകരയിൽ നിന്ന് ബസ്സൊക്കെ കയറി എല്ലാവർക്കും നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാവരും സൈഡ് സീറ്റിന് വേണ്ടി അടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ സൈഡ് സീറ്റൊക്കെ ചൂസ് ചെയ്തു. അങ്ങനെ അവർ എത്തി. നമ്മൾ കുന്നമംഗലത്ത് ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കുറിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കപ്പപ്പൊരിയും അതുപോലെ ലഡു, ജിലേബി അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 ഓട്ടോയിലാട്ടോ പോയിട്ടുള്ളത്. നമ്മൾ 6 പേരുള്ളതുകൊണ്ട് ഒരു ഓട്ടോയിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ 2 ഓട്ടോ ഒക്കെ വിളിച്ച് അങ്ങനെ നമ്മൾ ടിൻസ് ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. 7 പേരും കൂടിയുള്ള ഫസ്റ്റ് സ്റ്റേക്കേഷൻ കേട്ടോ. എന്ത് പ്ലാൻ ചെയ്താലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ നമ്മൾ 7 പേരും കൂടിയും ഇതുവരെ ഒന്നിച്ച് കൂടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 7 പേർക്കും കൂടി ഇങ്ങനെ കൂടാൻ പറ്റിയത്. അങ്ങനെ ചെന്നപ്പോഴേക്കും ബീഫും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കപ്പ നമ്മൾ വന്നതിന് ശേഷം കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടാണോ അറിയില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാട്ടോ. നല്ല വിശക്കുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതാണ്. അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ സെറ്റായി അതിൻ്റെ അലങ്കാര പണിയിലാട്ടോ എല്ലാവരും. അങ്ങനെ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ടു ഹാവ് ദിസ് വൺ. അങ്ങനെ ബിജിഷ ഇളക്കലാട്ടോ. ടെൻസിച്ച് ആദ്യം പറഞ്ഞു ഇളക്കലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പം ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബിജിഷയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബിജിഷേനെ പോകും കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയും ഒരുമിച്ച് ഇലയിൽ കഴിക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് പ്ലേറ്റിൽ കഴിക്കണേക്കാളും ടേസ്റ്റ് ഇതേപോലെ വലിയ ഇലയൊക്കെ വിരിച്ച് എല്ലാവരും കൂടിയും ഒരുമിച്ച് കഴിക്കണം കേട്ടോ. അങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരില്ലെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത് തിന്നാനുള്ള ആ ഒരു ആക്രാന്തത്തിലാട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം പാർട്ട് 2 പിന്നെ അപ്ലോഡ് ചെയ്യാം. ബൈ ബൈ, സീ യു.